ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു മിൻറ്റ് ലൈം ഉണ്ടാക്കണം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വേനൽക്കാലമൊക്കെ ആയില്ലേ, അപ്പോൾ ഇനി ദാഹത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയ ജ്യൂസുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ പറ്റിയൊരു ജ്യൂസാണ് കേട്ടത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിന് കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2 ഏലക്ക, പിന്നെ ഒരു വലിയൊരു കഷ്ണം നാരങ്ങ. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ ഞാനത് ആദ്യം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് 3 ഗ്ലാസ്സിനുള്ള വെള്ളത്തിനുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാരങ്ങ ഒഴിച്ചു കൊടുത്തു. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ പുതിനയില ഇട്ട് കൊടുക്കുക, പിന്നെ ഏലക്കായും. പിന്നെ നമുക്കിതിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരകളും ചേർത്ത് കൊടുക്കണം. അപ്പോൾ 4-5 സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലോണം ജ്യൂസാക്കി എടുക്കാം. അത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു നാരങ്ങ വെള്ളമാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ അതങ്ങനെ ജ്യൂസൊക്കെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ആ പുതിനയുടെയും ഇഞ്ചിയുടെ ഒക്കെ പിന്നെ തരികരയിൽ കിടക്കും. അപ്പോൾ നമുക്ക് അരിച്ചിട്ട് വേണം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളി മിൻറ്റ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പുതിനയും നാരങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.